വേനൽക്കാലം എത്തിയപ്പോൾ ഈ കൊടും ചൂടിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനമാണ് തണ്ണിമത്തൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് തണ്ണിമത്തൻ വിശേഷമാണ് പറയാൻ പോകുന്നത്. കോഴിക്കോട് ചേളന്നൂർ മുതുവാട്ടുതാഴം സ്വദേശി മനോജിന്റെ കൃഷിയിടത്തിൽ 8ഓളം വെറൈറ്റി തണ്ണിമത്തനുകളുണ്ട്. കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞു വാങ്ങുകയും ചെയ്യാം. നമുക്കൊന്ന് കണ്ടുവരാം. മനോജ് ആദ്യമായി തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അന്ന് സ്വന്തം രീതിയിൽ തണ്ണിമത്തൻ വിളയിച്ചെടുത്തെങ്കിലും ലാഭമുണ്ടായില്ല. എന്നാൽ ഇക്കൊല്ലം കാർഷിക വകുപ്പ് പകർന്നു നൽകിയ ശാസ്ത്രീയ രീതിയിൽ കൃഷിയിറക്കിയപ്പോൾ സമൃദ്ധമായി വിളഞ്ഞു. ഇപ്പോ 2 മാസം കൊണ്ട് വിളവെടുക്കാം. പുറത്തുനിന്ന് വരുന്നതിന് ആകെ 29-30 ഉറുപ്പിട്ടാണ് ഉള്ളൂ. ഇതെങ്കിൽ 40-50 പറയുന്നത് തരാൻ വാങ്ങിക്കൊണ്ടുപോകാൻ ആളുണ്ട്. യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച്, മുക്കാസ, നാംദാരി, വെസ്റ്റ് കോസ്റ്റ്, അൽമോൽ, ജിയ തുടങ്ങി 8 ഇനങ്ങളിൽപ്പെട്ട തണ്ണിമത്തനുകളിലാണ് കൃഷി ഇറക്കിയത്. ചേളന്നൂർ കൃഷി ഓഫീസറുടെ പ്രചോദനം കൂടിയായതോടെ മികച്ച വിളവ് ലഭിച്ചു. ഒരു അരമണിക്കൂർ ഇതിന് മെനക്കെട്ടാൽ മാത്രം മതി. ഫസ്റ്റിൽ കുറച്ച് പൈസ മുടക്കുണ്ടെന്നേ ഉള്ളൂ. അതിന് കൃഷിഭവനായിട്ട് സപ്പോർട്ടാണ്. കൃഷിഭവൻ കട്ടയ്ക്കാണ് വിളപ്പലുള്ളത്. കടുത്ത വേനലിൽ ഡിമാൻഡ് ഏറെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന തണ്ണിമത്തനുകളേക്കാൾ നിറവും മധുരവും മനോജിന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തനുകൾക്കുണ്ട്. കൃഷി വകുപ്പിന്റെ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വത്തക്ക കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കാലയളവ്, ഏകദേശം 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വത്തക്ക വിളവെടുക്കാൻ വേണ്ടി പറ്റും. കർഷകർക്ക് ഇവിടെ തന്നെ നേരിട്ട് വന്നിട്ട് തന്നെ വത്തക്ക വാങ്ങി നല്ല ക്വാളിറ്റി ഉള്ള വത്തക്ക തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകം നമുക്കത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് അറിയാൻ പറ്റും. തണ്ണിമത്തനുകൾക്ക് പുറമെ മധുരവെള്ളരി കൃഷിയും വരുമാനം നൽകുന്നുണ്ട്. പലയിനം പച്ചക്കറികളും കൃഷിയിടത്തിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഇത്രയും വെറൈറ്റി തണ്ണിമത്തനുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ നല്ല വിളവ് ലഭിച്ചു. മനോജേട്ടൻ വളരെ ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ കർഷകർക്കൊരു പ്രചോദനം കൂടിയാണ് അല്ലേ? അതെ സന്ധ്യ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ നല്ല ചൂടുകാലമാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചൂട് കൊണ്ട് വിയർത്ത് കുളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല വല്ലാതെ ദാഹിക്കും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാറുണ്ട് ഒരുപാട് ഇടങ്ങളിൽ തണ്ണിമത്തൻ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നതൊക്കെ. ഈ തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ അതിൽ ജലാംശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരിക്കും, പെട്ടെന്ന് ദാഹം മാറും, അതങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുകാലത്ത് തണ്ണിമത്തന് വലിയ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് തന്നെയാണ് മനോജേട്ടനെ ഈ തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിയാൻ വേണ്ടി ഒരു പ്രചോദനമായതും. ഏതായാലും നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, ഈ കിരൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്, അതുപോലെ സാധാ തണ്ണിമത്തൻ, അങ്ങനെ യെല്ലോ തണ്ണിമത്തൻ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 8ഓളം വെറൈറ്റികളാണ് തണ്ണിമത്തൻ്റെ. അതും അദ്ദേഹം ഒരു 3 ഏക്കറോളം സ്ഥലത്താണിത് കൃഷി ചെയ്യുന്നത്. ആദ്യം ഒരു വർഷം കൃഷി ചെയ്തു, അതും 6 വർഷം മുൻപ് ഒരു കൃഷി ചെയ്തു. പക്ഷേ അത് വേണ്ടത്ര വിളവ് ലഭിച്ചില്ല. പക്ഷെ അതിൽ നിന്നും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. ഓരോ വർഷവും പിന്നെയും ഇതിങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് വന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ മാത്രമായിരുന്നു അദ്ദേഹം കൃഷി ചെയ്തു പോകുന്നിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും കാര്യമായ വിളവ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. പിന്നീട് കാർഷിക വകുപ്പ് അദ്ദേഹത്തെ സഹായിക്കാനായി എത്തിച്ചേർന്നു. അവരുടെ ഒരു മോട്ടിവേഷനും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിളവാണ് ഇക്കൊല്ലം ലഭിച്ചത്. ഈ മനോജേട്ടൻ്റെ തോട്ടത്തിലെ തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ പുറം നാടുകളിൽ നിന്ന് വരുന്ന തണ്ണിമത്തൻ പോലെയൊന്നുമല്ല. ഞാൻ കഴിച്ചു നോക്കി, ഏതായാലും ഭയങ്കര മധുരമാണ്. അതിന് ഒരിക്കൽ കഴിച്ചാൽ അത് പിന്നെയും ഇങ്ങനെ കഴിക്കാൻ തോന്നും നമുക്ക്. മാത്രമല്ല ഈ മഞ്ഞ തണ്ണിമത്തൻ, അതിനും അതുപോലെ തന്നെ വളരെ മധുരമുള്ള ഒരു തണ്ണിമത്തനാണ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് അത് നോക്കിയെടുക്കാൻ പറ്റും. വേണ്ട ചെറിയ തണ്ണിമത്തനായാലും വലുതായാലും അത് നോക്കിയെടുക്കാൻ പറ്റും. ഒരു ഈ പ്രിഷ്യൻ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട് സന്ധ്യ. ആ രീതിയിലൂടെയാണ് അദ്ദേഹം ഇത്രയും തണ്ണിമത്തൻ ഏതായാലും വിളവെടുത്തിരിക്കുന്നത്. അത് കൃത്യമായി വെള്ളവും വളവും ആവശ്യത്തിന് മാത്രം നൽകി കൃഷി ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ കാർഷിക വകുപ്പും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 50 മുതൽ 60 ദിവസം വരെ, അതായത് 2 മാസത്തോളമാണ് ഈ തണ്ണിമത്തൻ വിളഞ്ഞ് പാകമാവാൻ എടുക്കുന്നത്. അപ്പോൾ 2 മാസത്തെ
ഒരു അധ്വാനേ വരുന്നുള്ളൂ. ആ 2 മാസം കൊണ്ടാണ് ഇത്രയധികം തണ്ണിമത്തൻ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് കൂട്ടിന് 2 സഹായികളുണ്ട്. അവരെപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ തോട്ടത്തിലുണ്ടാവും. വെള്ളം നനയ്ക്കാനായാലും അതോടൊപ്പം തന്നെ വളമിടാനായാലും അവർ രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് അദ്ദേഹം പറയുന്നത് ആദ്യം അത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ, അതായത് ആദ്യത്തെ വർഷം വിളവ് കിട്ടിയില്ല, അതിൽ നിന്ന് പിന്മാറിപ്പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത്രയും ഫലങ്ങൾ വിളയിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുന്നത്. തണ്ണിമത്തനോടൊപ്പം തന്നെ ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ട്, ഈ മധ്യ കേരളത്തിലൊക്കെ അതിന് പൊട്ടുവെള്ളരി എന്ന് പറയും, ഇവിടങ്ങളിൽ അതിനെ മധുരവെള്ളരി എന്നാണ് പറയുന്നത്. മധുരവെള്ളരി കൃഷിയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വേറെയും പച്ചക്കറി കൃഷികളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ തണ്ണിമത്തൻ തോട്ടം വലിയ ഹിറ്റായിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ഒരുപാട് ആളുകൾ കാണാനും ഈ മധുരം നുകരാനും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ശരി, എന്തായാലും അടിപൊളിയായിട്ട് കൃഷിയൊക്കെ മുന്നോട്ട് പോട്ടെ. മനോജേട്ടൻ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. പിന്നെ കോഴിക്കോട് ചേളന്നൂരുള്ളവർക്കാണെങ്കിൽ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പോയി ഇഷ്ടമുള്ള തണ്ണിമത്തൻ രുചിച്ചു നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രയോജനമുണ്ട് അല്ലേ? എന്തായാലും അഞ്ജന അവിടെ നിന്ന് കഴിച്ചു, നല്ല രുചിയുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ വെറൈറ്റി തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ നമുക്കും വാങ്ങാം അല്ലേ? ശരി.